കുട്ടിയോടും ചോദിച്ചാൽ അറിയാം ഇദ്ദേഹം എത്രത്തോളം അവർക്ക് സ്വീകാര്യനാണ് എന്ന്. യെസ്, സോ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ബോബി ചെമ്മണ്ണൂർ. Let me invite Mr. Bobby Chemanur, the Managing Director of Chemanur International, to have a few words on the stage. So നിറഞ്ഞൊരു കൈയിലോട് കൂടി തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് നമുക്ക് മൈക്ക് കൈമാറാം. So please. Hello, hi. My dear friends, Palankkad Sumarno. Love you. ഞാൻ പാലക്കാട് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം 15 വർഷം മുമ്പാണ് എല്ലാ മാസത്തിലും ഒരാഴ്ച പാലക്കാടായിരുന്നു. അത് പാലക്കാടുകാരുടെ സ്നേഹം എന്താണെന്ന് നമുക്കറിയാം. പാലക്കാട് തമിഴ്നാടിനോട് ചേർന്ന് നിൽക്കുന്ന കാരണം ആ ഒരു കൾച്ചറുള്ളതുകൊണ്ട് തമിഴ് പാലക്കാട് ഇതൊക്കെ വളരെ സ്നേഹിക്കാൻ മാത്രം, ഹാർഡ് വർക്കിംഗ് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന പാവങ്ങളാണ്. ശരിക്ക് നല്ല മനസ്സുള്ളവരാണ്. സോ ലവ് യു പാലക്കാട്. ഫർഹാൻ അല്ലേ? ഫർഹാൻ റിയലി അപ്രീഷിയേറ്റ്. ഫർഹാൻ 20 വയസ്സിൽ എങ്ങനെയാണെങ്കിൽ 40 വയസ്സാകുമ്പോഴേക്ക് എന്തായിരിക്കില്ലേ ഒരു ഇന്ത്യയുടെ ഒരു മിനി അംബാനിയായിട്ട് മാറ്റ ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ ചായയും കടിയും ഫ്രീ കിട്ടില്ല അല്ലേ? അപ്പൊ നമുക്കൊക്കെ ഒന്ന് നോക്കാം. മോറി ഫ്രഞ്ച് ഫാസ മോറി റെസ്റ്റ് ഓഫ്. ഒരു കാര്യം മനസ്സിലായി, ഇത് അടിപൊളി സെറ്റപ്പ് ആയിരിക്കും. കാരണം ഫാസ മോറി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായത് പാത്രം മോറും എന്നുള്ളത് ഉറപ്പാണ്. പാത്രം മോറാന്ന് അറിയില്ല, നല്ല വൃത്തിയും എടുപ്പുണ്ടാവും. അതിൽ തന്നെ ഒരു മോറിയുണ്ട്, പിന്നെ ബാക്കി മോശം വരാൻ വെളിയില്ല. എല്ലാവരും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഞാൻ ജയിലിലായിരുന്നപ്പോഴും പുറത്തിറങ്ങിയപ്പോഴൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു. വേറെ ഒന്നല്ല, മനസ്സറിഞ്ഞ് എനിക്ക് ആരും ഉപദ്രവിക്കാൻ സാധിക്കില്ല. പലരും എന്നോട് ചോദിച്ചു, കുറ്റം ചെയ്യാതെയല്ലേ ജയിലിൽ പോയത്? പറഞ്ഞു, മനഃപൂർവ്വം ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതെല്ലാവർക്കും മനസ്സിലാവും. പിന്നെ നമ്മൾ ഈ തമാശ കണ്ടൊക്കെ അടിക്കുമ്പോ ചില വാക്കുകൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാത്തതൊക്കെ ഉണ്ടാവാം. എനിവേ, അപ്പോ അതുകൊണ്ട് തന്നെ കുറ്റബോധമില്ലാത്തത് കൊണ്ട്, കുറ്റം ചെയ്യാത്തത് കൊണ്ട് പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഫുൾ എനർജി ആയിരുന്നു. അതിനൊക്കെ നിങ്ങളുടെ സ്നേഹം സപ്പോർട്ടായിരുന്നു വലുത്. പിന്നെ നമ്മൾ ജീവിതത്തിലൊക്കെ എല്ലാത്തിനും ഒരു സ്പേസ് ഇട്ട് വയ്ക്കണം. നമ്മളെല്ലാം പ്രതീക്ഷിച്ച് ജീവിക്കണം. കുറ്റം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒക്കെ ചിലപ്പോൾ ജയിലിൽ പോവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സുഖ ദുഃഖങ്ങൾ ഉണ്ടാവാം. അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കരുതുമ്പോൾ നല്ല ശക്തമായ മനസ്സുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാലത്തും ധൈര്യത്തിൽ മുമ്പോട്ട് പോവാം. നമ്മൾ പറയില്ലേ, എല്ലാ ദിവസവും പേടിച്ചു മരിക്കരുത്, മരണം ഒരു പ്രാവശ്യമുള്ളൂ, അതുകൊണ്ട് ഭീരുക്കളാവരുത് എന്നതാണ്. സോ താങ്ക് യു വെരി മച്ച്. Thank you so much. And here we are moving on to our musical performances. Thank you.